ഇൻട്രസ്റ്റ്. ആരാണ് ഫോൺടെക്കിനെ സജസ്റ്റ് ചെയ്യാൻ? എന്നെ പഠിപ്പിച്ച സാർ തന്നെയാണ്, അഷ്റഫ് സാർ. ഓക്കെ. അപ്പോൾ നമുക്ക് പഠിപ്പിച്ച സാർ തന്നെയാണ് ഫോൺടെക്കിനെ സജസ്റ്റ് ചെയ്തത്. ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ ധാത്രി എല്ലാം റെക്കമെൻഡ് ചെയ്യുന്ന പോലെയാണ്. എൻ്റെ ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, ഇനി താങ്ക്സ് അലോട്ട് ആ ഫ്രണ്ടിന്. പോപ്പുലർ ഓണേഴ്സ് സർവീസ് സർക്കിളിലൊരു വില തരുന്നില്ല എന്ന് തോന്നിയതുകൊണ്ടാണ്. യെസ്, ഗ്രേറ്റ് ഗ്രേറ്റ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ആണ്, അവനെ സജസ്റ്റ് ചെയ്തത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ച മാഷാണല്ലേ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുള്ള സാറുമാരെല്ലാം വലിയ ഉപകാരം ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനം നമ്മളെ സജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൗഡ് ഫീൽ വരുന്നു. ഇതിൽ തന്നെ ഫോൺടെക്കിൽ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോൺടെക്കിൽ ഏറ്റവും പ്രൗഡ് എന്താണെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നത് നമ്മളത് അവരെ അങ്ങനെ എക്സ്ട്രീം ലെവലിലാണ് സ്വാഗതം ചെയ്യുക. അത് അത്ര ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ ഈ മേഖലയിലേക്ക് കടന്നു വന്നാൽ ഈ മേഖല ഒന്നുകൂടി മുകളിലേക്ക് എത്തുന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ആരാ വന്നെന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? എൻ്റെ പേര് ഹാജിറ. ഹാജിറ. കടവത്തൂര്. ഹാജിറ ഭയങ്കര സൗണ്ട് കുറവാണ്. അപ്പോൾ അല്ലല്ല ഹാജിറ. ഓക്കെ, തണുപ്പ് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഹാജിറ എവിടെ സ്ഥലം? കടവത്തൂര്. കടവത്തൂർ എന്ന് പറഞ്ഞാൽ തലശ്ശേരി പെരിങ്ങത്തൂര് കഴിഞ്ഞിട്ട്. ഓക്കെ, ശരി. എത്ര വർഷമായി ഈ ഫീൽഡ് വന്നിട്ട്? ഞാനിപ്പോ ഒരു 1 ഇയർ. ഓക്കെ, ഗ്രേറ്റ്. ഫോൺടെക്കിനെ പറ്റി എങ്ങനെയാ അറിയുന്നത്? സോഷ്യൽ മീഡിയ. ഗ്രേറ്റ്. ഷഹമ പറ, എന്താണ് ഇങ്ങനെ ഒരു അപ്ഡേഷൻ കോഴ്സ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത് ഷഹമക്ക്? ഞാന് പിന്നെ തളിപ്പറമ്പില് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻട്രസ്റ്റ് തന്നെ. ഓക്കെ, ഗ്രേറ്റ്. ചിപ്പ് ലെവൽ പഠിക്കണം എന്നുള്ള ഇൻട്രസ്റ്റ്. ആരാണ് ഫോൺടെക്കിനെ സജസ്റ്റ് ചെയ്യാൻ? എന്നെ പഠിപ്പിച്ച സാർ തന്നെയാണ്, അഷ്റഫ് സാർ. ഓക്കെ. അപ്പോൾ നമുക്ക് പഠിപ്പിച്ച സാർ തന്നെയാണ് ഫോൺടെക്കിനെ സജസ്റ്റ് ചെയ്തത്. ഒരുപാട് സന്തോഷം. യെസ്, എന്താ പേര്? ഷമീർ എത്ര വർഷമായി ഫീൽഡിൽ? 5-6 വർഷത്തിന് മേലെയുണ്ട്. 5-6 വർഷത്തിന് മേലെ. പറ ഷമീറെ, എന്തുകൊണ്ടാണ് അപ്ഡേഷൻ കോഴ്സ് ചെയ്യണം? യെസ്. എന്താണ്, സ്ഥാപനമാണോ ജോലി ചെയ്യുന്ന? സ്വന്തം സ്ഥാപനമാണ്. ഗ്രേറ്റ്. എവിടെയാണ്? പെർലശ്ശേരി. ഓക്കെ. അപ്പോൾ ചിപ്പ് ലെവലിലേക്ക് അടക്കാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ വന്നതാണ്. ഓക്കെ, എങ്ങനെയാ ഫോൺടെക്കിനെ പറ്റി അറിയുന്നത്? നിങ്ങളെ അപ്ഡേഷൻ കോഴ്സ് നിങ്ങളെ സംഘടന ഉണ്ടായിരുന്നു. ടെക് മീറ്റിൽ പങ്കെടുത്ത ആളാണ്. ഇപ്പൊ ലൈവായിട്ട് നമ്മളെ പ്രകടനം കണ്ടതാണ്. ഓക്കെ, എന്താണ് അന്നത്തെ ക്ലാസ്സിന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ? നല്ലതായിരുന്നു. അറിയാത്ത കാര്യങ്ങളൊക്കെ പറയാം. അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അന്ന് പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുണ്ടോ? അറിവ് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന്. ഓക്കെ. ഓക്കെ, യെസ്, ഗ്രേറ്റ്. എൻ്റെ ഒരു അസീസ്. എവിടെയാ സ്ഥലം? തളിപ്പറമ്പ്. ഓക്കെ, തളിപ്പറമ്പ്. എത്ര വർഷമായി ഫീൽഡ്? 3 വർഷം. ഓക്കെ, എന്താ നിലവിൽ എന്തൊക്കെ വർക്കാണ് ചെയ്യുന്നത്? നോർമൽ വർക്ക്, ബോർഡ് ചെറിയ ഐ സി ഒക്കെ ചെയ്യും. എന്തുകൊണ്ടാണ് അപ്ഡേഷൻ കോഴ്സ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിൽ? അപ്ഡേറ്റ് ആണെന്നുള്ളത്. ഓക്കെ. ശരി. എങ്ങനെ ഫോൺടെക്കിനെ പറ്റി അറിയുന്നത്? സോഷ്യൽ മീഡിയ. ഓക്കെ, ഗ്രേറ്റ്. മുഹമ്മദ് സിനാൻ. ഓക്കെ, സിനാൻ പറ, എത്ര വർഷമായി ഫീൽഡ്? 1 ഇയർ ആവുന്നു. ഓക്കെ. അപ്പോൾ പറ, എങ്ങനെയാണ് ഫോൺടെക്കിനെ പറ്റി അറിയുന്നത്? ഫോൺടെക്കിനെ പറ്റി സോഷ്യൽ മീഡിയ അറിയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് അപ്ഡേഷൻ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എത്തിയത്? ഈ ഫീൽഡിൽ കുറച്ചുകൂടി മെച്ചപ്പെടണം തോന്നി. ഓക്കെ. അങ്ങനെ തോന്നി, അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു. ഓക്കെ, പറ. തഫ്സീൽ എവിടെയാ സ്ഥലം? നിലമ്പൂർ. തഫ്സീല പറ, എന്താണ്, എത്ര വർഷമായി ഫീൽഡ്? 8 വർഷമായി. 2 വർഷമായി. 8 വർഷമായി. 8 വർഷമായി. 8 വർഷമായിട്ടുള്ള ടെക്നീഷ്യൻ. പറ, എന്തുകൊണ്ടാണ് അപ്ഡേഷൻ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്? ചില കേസുകളിൽ നമുക്കും ഒന്നും അറിയില്ല എന്നുള്ളൊരു തോന്നൽ വന്നു അല്ലേ? ഓക്കെ. അപ്ഡേഷൻ ചെയ്യുന്നത് മോശമാണെന്ന് ചിന്തിക്കുന്നവരോട് എന്താ പറയാനുള്ള? ഒരിക്കലും അല്ലേ. നമ്മൾ എപ്പോഴും അപ്ഡേറ്റ്, നമ്മൾ ഇവിടുത്തെ ഫാക്കൽറ്റി പറയും, 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റി പറയും എന്നാണ്, ഞാൻ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായും പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ ഗ്രോയിലെത്തും. എങ്ങനെയാ ഫോൺടെക്കിനെ പറ്റി അറിയുന്നത്? ഞാൻ 2 വഴി അറിഞ്ഞു. സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞു. പിന്നെ ഇവിടെ പഠിച്ച ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അവനെ സജസ്റ്റ് ചെയ്തത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ച മാഷാണല്ലേ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുള്ള സാറുമാരെല്ലാം വലിയ ഉപകാരം ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനം നമ്മളെ സജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൗഡ് ഫീൽ വരുന്നു. അതായത് തഫ്സീലിനെ സജസ്റ്റ് ചെയ്ത ഒന്ന് ഇവിടെ പഠിച്ച ഒരു ഫീഡ്ബാക്ക് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. ആ സ്റ്റുഡൻറ്റിനെ സജസ്റ്റ് ചെയ്തത് അവിടെ പഠിപ്പിച്ച മാഷായിരുന്നു. എനിവേ ഒരുപാട് സന്തോഷമുണ്ട്. എനിവേ താങ്ക്സ് അലോട്ട്. തഫ്സീലെ ഉഷാറാണ്. അപ്പോൾ തഫ്സീലിനെ പ്രത്യേകിച്ച് അടിപൊളിയാക്കേണ്ടത് ഞങ്ങളുടെയും കൂടി ഉത്തരവാദിത്തമാണ്. ഓക്കെ, തീർച്ചയായും. ഫാസിലെ പറ. 2 years ആയി ഫീൽഡിൽ. 2 years ആയി ഫീൽഡ്. പറ, എന്തുകൊണ്ടാണ് അപ്ഡേഷൻ ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടേ? അപ്ഡേഷൻ വേണം തോന്നി, ആ ഒരു ലെവലിലേക്ക് ആയിട്ടില്ല തോന്നി. ഓക്കെ, അപ്ഡേഷൻ വേണം തോന്നി. അല്ല, എങ്ങനെയാ ഫോൺടെക്കിനെ പറ്റി അറിയുന്നത്? സോഷ്യൽ മീഡിയ വഴി. ഓക്കെ, സോഷ്യൽ മീഡിയക്ക് നന്ദി. ഓക്കെ, പറ. മുഹമ്മദ് റിദാൻ എവിടെയാ സ്ഥലം? കൂത്തുപറമ്പ്. റിദാൻ എങ്ങനെയാ ഫോൺടെക്കിനെ പറ്റി അറിയുന്നത്? സോഷ്യൽ മീഡിയ വഴി. പറ റിദാനെ, എത്ര വർഷമായി ഫീൽഡ് വന്നിട്ട്? 2 year ആയി. എന്തുകൊണ്ട് അപ്ഡേഷൻ ചെയ്യണം എന്ന് ഇപ്പം തോന്നി? ഷോപ്പിലെ ഓണേഴ്സ് സർവീസ് സർക്കിളിലൊരു വില തരുന്നില്ല എന്ന് തോന്നിയതുകൊണ്ടാണ്. യെസ്, ഗ്രേറ്റ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ആണ്, നമ്മളുടെ വില നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ ആ വില നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ സ്കില്ലിൽ
ഏറ്റവും ടോപ്പിൽ നിങ്ങൾ ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിന് നിങ്ങൾ എന്തൊക്കെ അതിനു വേണ്ടി മെനക്കെടണം വന്നാലും തെറ്റില്ല. നിങ്ങളുടെ മേഖലയിൽ എപ്പോഴും നിങ്ങൾ ടോപ്പ് ആയിരിക്കണം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വന്നാൽ മതി. അങ്ങനെയാണ് നമുക്ക് എപ്പോഴും അല്ലെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. ഇത് തെറ്റൊന്നുള്ള കാര്യമല്ലല്ലോ. ഓക്കെ, ശരി, ഗ്രേറ്റ്. മാഹിൻ എവിടെ സ്ഥലം? കൊല്ലം മാഹിൻ. പറ മാഹിനെ, എങ്ങനെയാ, എത്ര വർഷമായി ഫീൽഡ്? 6 year 6 വർഷം. എത്ര വയസ്സ്? 26. ഇങ്ങനെ കണ്ട ഒരു 18 പറയുന്നത്. ഓക്കെ, മാഹിന 26 വയസ്സ്, 6 വർഷം ഫീൽഡ്, 20ാം വയസ്സിൽ ഈ ഫീൽഡിലെത്തി. ഓക്കെ, പറ മാഹിന, എന്തുകൊണ്ടാണ് അപ്ഡേഷൻ ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടായി? അപ്ഡേറ്റ് ആവണമെന്ന് 2 വർഷം കൊണ്ടൊരു ഇതുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം വഴി. ഓക്കെ, അല്ല അങ്ങനെയല്ല, ചിലവർ ഇപ്പൊ പറയില്ല അപ്ഡേഷൻ ഒന്നും ഒരു കാര്യമില്ലടാ, എന്ത് കാര്യം എന്നുള്ള അങ്ങനെ പറയുന്നവരുണ്ടാവില്ലേ? അപ്പൊ അവരോട് പറയാൻ എന്തെങ്കിലും റിപ്ലൈ ഉണ്ടോ? ഒരിക്കലും ഇല്ല, തെറ്റായിട്ടുള്ള തീരുമാനമാണ്. തെറ്റായിട്ടുള്ള തീരുമാനം അല്ലേ? അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്ഡേറ്റ് ആവണം. അങ്ങനെയാണ് നമുക്ക് ഈ മേഖലയിൽ വളരാൻ പറ്റും. അല്ലെ ഒരു പർട്ടിക്കുലർ സാലറി അല്ലെ പർട്ടിക്കുലർ ഇൻകത്തിൽ തന്നെ നമ്മൾ ഒതുങ്ങിപ്പോകും അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ ഈ നോർമൽ ടെക്നീഷ്യന്മാരുടെ സാധ്യത വളരെ കുറഞ്ഞു അവരൊന്നെങ്കിൽ സെയിൽസിലേക്ക് മാറേണ്ടി വരും. ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ? ഇല്ല. അപ്പോൾ നോർമൽ ടെക്നീഷ്യന് ചിപ്പ് ലെവലിലേക്ക് അപ്ഡേറ്റ് ആകാം. ഓക്കെ, എന്താ പേര്? രാഹുൽ എവിടെയാ സ്ഥലം? ആലപ്പുഴ. രാഹുലെ പറ, എത്ര വർഷമായി ഫീൽഡ്? 6 വർഷമായി. രാഹുലെ, എന്തുകൊണ്ടാണ് അപ്ഡേഷൻ കോഴ്സ് എടുക്കണം തീരുമാനിച്ചത്? ഞാൻ ഒരു അപ്ഡേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷ പോലെ ഇത് കിട്ടിയില്ല. ഞാൻ രാഹുലിനെ ചലഞ്ച് ചെയ്യാണ് രാഹുലെ. കാരണം രാഹുൽ ഓൾറെഡി ചെയ്ത ഒരാളാണ്. ഇത് ഒരു ചലഞ്ചായിട്ട് തന്നെ, കാരണം ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും. രാഹുൽ 24 ദിവസം കഴിഞ്ഞിട്ട് ഇതേ ഫീഡ്ബാക്ക് ഞാൻ ചോദിക്കുമ്പോൾ ഹാപ്പി ആണെങ്കിൽ മാത്രം ഹാപ്പിയാന്ന് പറയും. ഈ 24 ദിവസത്തിന് രാഹുൽ ചെലവാക്കുന്ന തുകക്കുള്ള ക്ലാസ് കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. ഉറപ്പല്ലേ? ചലഞ്ച് അക്സെപ്റ്റഡ്. ഓക്കെ, ശരി. ഓൾ ദ ബെസ്റ്റ്. എന്താണ്? നസീം എവിടെ സ്ഥലം? മലപ്പുറം. നസീം മലപ്പുറം. പറ മോനെ, എത്ര വർഷമായി ഫീൽഡ്? 6 വർഷമായി. ഓക്കെ, നസീം എന്തുകൊണ്ട് 6 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അപ്ഡേഷൻ ചെയ്യണം എന്നുള്ള തീരുമാനിച്ചത്? ഒന്നുമില്ല, സ്കില്ലൊന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നി. അന്വേഷിച്ചു, കോൺടാക്ട് ആണ് ബെറ്റർ എന്ന് തോന്നി. സോഷ്യൽ മീഡിയ കിട്ടി. ഫ്രണ്ടിനോട് ചോദിച്ചു, അപ്പൊ അവൻ ഇതാണ് സജസ്റ്റ് ചെയ്തത്. ഈ ഫ്രണ്ട് ഇവിടെ പഠിച്ചവരാണോ അല്ല ഫോൺടെക്കിനെ പറ്റി അറിയുന്ന ഒരാളാണോ? അല്ല, ഈ ഫ്രണ്ട് ഇവിടെ പഠിച്ചതാണ്. എന്റെ ഫ്രണ്ട് അല്ല, ഫ്രണ്ടിന്റെ ഫ്രണ്ടിന് താങ്ക്സ്. ഓക്കെ, താങ്ക്സ് അല്ലോ. ഓൾ ദി ബെസ്റ്റ്. പുനീസ് എവിടെയാ സ്ഥലം? കാസർഗോഡ്. എത്ര വർഷമായി ഫീൽഡ്? 2 years ആയി. പറ, എന്തുകൊണ്ടാണ് ഈ 2 years കഴിഞ്ഞ ഉടനെ അപ്ഡേഷൻ ചെയ്യണം എന്നുള്ളൊരു തോന്നലെത്തിയത്? അല്ലെ, വർക്ക് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നു. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ആയാലും നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതങ്ങനെ തീരും. എങ്ങനെ ഫോൺടെക്കിൽ എത്തിപ്പെട്ടെ? ഫ്രണ്ട് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നമ്മൾ ധാത്രി എല്ലാം റെക്കമെൻഡ് ചെയ്യുന്ന പോലെയാണ്. എന്റെ ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, ഇനി താങ്ക്സ് അലോട്ട് ആ ഫ്രണ്ടിന്. ഓക്കെ, ഫാദർ പറ മോനെ. 4 വർഷമായി ഫീൽഡ്. എവിടെയാ സ്ഥലം? നിലമ്പൂര്. ഓക്കെ, നിലമ്പൂരിൽ നിന്ന് 4 വർഷമായി. അപ്പൊ എന്താണ്, എപ്പോഴാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഒപ്പം വർക്ക് ചെയ്യണ ഒരുത്തന്റെ വർക്ക് ചെയ്യണ രീതിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ നമുക്ക് അപ്ഡേറ്റ് ആണെന്നുള്ളൊരു തോന്നി അല്ലെ? അപ്പൊ അങ്ങനെ തോന്നിയ സമയത്ത് എത്ര കാലമായി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തപ്പി നടക്കുന്നത്? നമ്മൾ അങ്ങനെ ഉണ്ടാവില്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ എവിടെ പഠിക്കും? കാരണം അപ്ഡേറ്റ് ആണെന്നുള്ള തോന്നൽ വന്നു. എവിടെ പഠിക്കും എന്നുള്ള തോന്നലിന് ഉത്തരം എങ്ങനെയാ കിട്ടിയത്? അത് അപ്പൊ തന്നെ പറഞ്ഞ് ഫോൺടെക്ക്. അവൻ തന്നെ പറഞ്ഞേ. ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ട്. കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ വർക്ക് തന്നെ നമുക്ക് റിസൾട്ട് കൊണ്ടുതരും. ഇത് നിങ്ങളുടെ ടാബിളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന കസ്റ്റമറുടെ ഫോൺ ഇതേപോലെ ഹാൻഡിൽ ചെയ്താൽ മതി. അപ്പൊ ഇതൊന്നും ആർട്ടിഫിഷ്യലി കൊണ്ടുവരാൻ കഴിയില്ല. ഇതൊരിക്കലും ആർട്ടിഫിഷ്യലി പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വിധമുണ്ട്. ഇത് നിങ്ങൾക്ക് ഏകദേശം ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങളെ ഹാപ്പി ആക്കിയിട്ട് വിട്ടാൽ ആ കസ്റ്റമർ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾക്ക് ഒരു വലിയ ബിസിനസ്സാണ് നിങ്ങൾക്ക് മുന്നിൽ വരാൻ വേണ്ടി പോകുന്നത്. കാരണം അവർ സജസ്റ്റ് ചെയ്യുന്നതോ അവർ പറഞ്ഞു തരുന്നതോ ഇനി അവരെ ഫാമിലിയിലെ വർക്കോ അങ്ങനെ വരും. ഇപ്പം നിങ്ങളെ സജസ്റ്റ് ചെയ്ത പലരും ഫോൺടെക്കിന്റെ ബിസിനസിന്റെ ക്വാളിറ്റി കണ്ടിട്ട് സജസ്റ്റ് ചെയ്തതാണ്. അല്ലാതെ ഇവിടുന്ന് ആർക്കും കമ്മീഷനൊന്നും പോകുന്നില്ല. ആരും അതും പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് ആരും വിട്ടിട്ടുമില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേ സ്റ്റൈലിൽ നിങ്ങൾ ഇവിടുന്ന് പഠിച്ച ശേഷം നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം, അതിലൊരു സംശയമില്ല, നിങ്ങൾക്ക് അത് തന്നിരിക്കും. നിങ്ങൾ ഡെവലപ്പ് ആവാൻ വേണ്ടി കൂടെ നിൽക്കും. അത് മാത്രമല്ല ലൈഫ് ലോങ്, ഞാൻ വെറും വാക്ക് പറയുന്നല്ല, ലൈഫ് ലോങ് നിങ്ങൾക്ക് ഏതൊക്കെ സപ്പോർട്ട് തരാൻ പറ്റും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ. എനിവേ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കും, ചിലപ്പോൾ നിങ്ങളെ കൂടെ വന്നിരുന്ന് പറഞ്ഞുതരാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു മേഖലയിൽ മറ്റ് സ്ഥാപനങ്ങൾ കാണിക്കുന്നതിനേക്കാൾ ഒരു പിടി മുകളിൽ ഇയർലി ടെക് മീറ്റ് വെച്ചുകൊണ്ടും പറ്റുമെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിച്ചുകൊണ്ടുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് ഞാൻ ഒരു നിമിഷത്തിൽ ഓർമ്മപ്പെടുന്ന. അപ്പം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സുമാരെ ഇങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നവരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.